ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കപ്പയും അതേപോലെ ബീഫിൻ്റെ എല്ലും കിട്ടിയിട്ടുണ്ടോ. അപ്പം ഞാൻ ബീഫും കപ്പയും വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ ബീഫിന് വേണ്ടി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്ന് ചതച്ചെടുത്തു. പിന്നീട് നമുക്ക് അതിനാവശ്യമുള്ള സവാളയൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞെടുത്തു. ഇനി ഞാനൊരു കുക്കർ അടുപ്പത്ത് ചെയ്തിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഉലുവ അതേപോലെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ വെക്കുന്ന രീതിയായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. പലരും പല രീതിയിലുള്ള വെക്കുന്നത്. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്തു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ട് വാട്ടി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. പിന്നീട് നമുക്ക് അതിനോട് കുറച്ച് നമ്മൾ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വലിയ ഫ്ലെയിം കൂട്ടിയിട്ട് വേഗം അടുക്കി ഒടിക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുക കേട്ടോ. പിന്നീട് നമുക്ക് അതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാല, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം കുരുമുളക് പൊടിയായിട്ട് ഞാൻ തോനെ ഇട്ട് കൊടുത്തത്. മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഓവർ എരിവായാലേ കുരുമുളക് പൊടിയായിട്ട് തോനെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് 2 പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ എല്ല് തന്നെ നല്ല ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് കറിയായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കപ്പ അതിലോട്ട് ഇടുന്നില്ല. അപ്പോൾ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ മൂടിയുണ്ടൊന്ന് മൂടി വെച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് മസാല ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ ഈ ബീഫൊക്കെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ചൂടുവെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാനൊന്ന് മൂടിച്ചൊരു 10 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലോട്ടൊരു സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നുണ്ട്. അത് വീഡിയോയിൽ ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ സ്പൂണ് ഇട്ട് കൊടുത്താൽ എന്താ അറിയോ, നമ്മൾ കുക്കർ വിസിലടിക്കുമ്പോൾ ഇപ്പം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ കൂടി പുറത്തേക്ക് വരില്ല. ഞാനിത് യൂട്യൂബിൽ ഓരോ ടിപ്പിൽ കണ്ട കേട്ടോ. സ്പൂൺ ഇട്ട് കൊടുത്താൽ അങ്ങനെ പുറത്തേക്ക് വരില്ല എന്നുള്ളത്. അങ്ങനെ നമ്മളെ ബീഫൊക്കെ റെഡിയായി 10 വിസിൽ അടുപ്പിച്ചെടുത്തു. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ കപ്പയൊക്കെ ഇതേപോലെ ഒന്ന് കൊത്തി നുറുക്കി വേറെ ഒരു കുക്കറിലിട്ട് നന്നായിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിക്കുന്നുള്ളേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കപ്പയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ ഒന്ന് കുക്കറൊക്കെ ഒന്ന് മൂടി അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കപ്പയും ബീഫൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻ്റ് എല്ലാം ചെയ്യണേ. ലൈക്ക് ചെയ്യാനൊക്കെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണേ.